നമസ്കാരം. നമുക്ക് വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. കഴിഞ്ഞ ക്ലാസ്സിലെ പൂക്കളും ആണ്ടറുതികളും എന്ന പാഠത്തിലെ വിഷു എന്ന ഒരു ആണ്ടറുതിയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി നമുക്ക് അടുത്ത ഉത്സവത്തിലേക്ക് കടക്കാം. അടുത്ത ആണ്ടറുതി ഓണമാണ്. ഓണം കേരളീയരുടെ ദേശീയോത്സവം. കർക്കടക സംക്രാന്തി മുതൽ അതിന്റെ ഒരുക്കം തുടങ്ങുന്നു. കർക്കടക മാസം മുതൽ ഓണത്തിനെ വരവേൽക്കുന്നതിനായിട്ടുള്ള ഒരുക്കം വീടുകളിൽ ആരംഭിക്കുകയായി. ദുർവിചാരങ്ങളുടെയും വൃത്തിഹീനതകളുടെയും ശുദ്ധീകരണമാണ് ഇതിൽ പ്രധാനം. ആദ്യം ചെയ്യുന്നത് വീടിന്റെ പരിസരവും ശുദ്ധീകരിക്കുക എന്നതാണ്. ചേട്ടയെ കളയുക എന്ന ഇതിനൊരു പേര് പറയാറുണ്ട്. ഈ ചേട്ട എന്ന് വെച്ചാൽ ദുർദേവതയാണ്. വീട്ടില് വൃത്തിയുമില്ല ഒന്നുമില്ലെങ്കിലാണ് ചേട്ട വന്ന് കുടിയിരിക്കുക എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ വീടും പരിസരവും വൃത്തിയാക്കുമ്പോൾ ഈ ചേട്ട എന്ന ദുർദേവത നമ്മുടെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങി പോകുന്നു. അതോടെ ഐശ്വര്യ ദേവത വീട്ടിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അപ്പൊ ചേട്ടയെ കളയുക എന്ന് പറയുന്ന ഈ ചടങ്ങിന് സാനിറ്ററിയുടേതായ ഒരു ഔപചാരികതയുമുണ്ട്. സാനിറ്ററി ആകെ വൃത്തിയാക്കൽ, അങ്ങനെ ഒരു ഔപചാരികത ഒരു ധർമ്മം കൂടിയുണ്ട്. അന്നെങ്കിലും നാലുകെട്ടിന്റെ ഉള്ളിൽ കണ്ണും കൈയും ചെല്ലാത്ത സ്ഥലമുണ്ടാവുകയില്ല. നാലുകെട്ട് വലിയ തറവാടുകളാണ്. നാലുകെട്ടോടുകൂടിയ വലിയ തറവാട്. ആ നാലുകെട്ടിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് എപ്പോഴും ചെന്നെത്തുവാനോ വൃത്തിയാക്കാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ ഈ ചേട്ടയെ കളയുക എന്ന ഈ ശുദ്ധീകരണ യജ്ഞത്തിൽ തീർച്ചയായിട്ടും ആ നാലുകെട്ടിന്റെ എല്ലാ മുക്കും മൂലയും വൃത്തിയാക്കിയിട്ടുണ്ടാകും. അശണ്ടകളെല്ലാം ഒരു പൊട്ടക്കലത്തിൽ ശേഖരിച്ച് ഒരു സ്ത്രീ അതേറ്റി ചൂലും ചാണകവെള്ളവുമായി പടിപ്പുറത്തെറിയുമ്പോൾ ചേട്ടേ പോ എന്ന് അട്ടഹസിക്കും. അശണ്ടകൾ, ആ വീടിന്റെ ഉള്ളിലുള്ള ചീത്ത കാര്യങ്ങൾ, ചപ്പു ചവറുകൾ, അതെല്ലാം എന്തു ചെയ്യുന്നു? ഒരു പൊട്ടക്കലത്തില് ശേഖരിച്ചിട്ട് ഒരു സ്ത്രീയെ കയ്യിലൊരു ചൂലും ചാണകവെള്ളവുമായിട്ട് പടിപ്പുറത്തേക്ക് എറിയുകയാണ്. എന്നിട്ട് എന്തു പറയും? ചേട്ടേ പോ എന്ന് പറയും. അങ്ങനെ ചേട്ട പുറത്തു പോകുന്നു. അകത്തേക്ക് ആര് കടന്നു വരുന്നു? ശ്രീ ഐശ്വര്യ ദേവത ലക്ഷ്മി ദേവി കടന്നു വരുന്നു എന്ന ഒരു സങ്കല്പത്തിൽ അങ്ങനെ കർക്കടകത്തിലേക്ക് കടക്കുന്നു. ഓണത്തിന്റെ തുടക്കമായിരിക്കുന്നു. ഓണം വരുന്നതിന് മുൻപ് തന്നെ എല്ലാം ശുദ്ധീകരിക്കുന്നു, വൃത്തിയാക്കുന്നു. വീടുകളിൽ നിന്നും ചേട്ടയെ പുറത്താക്കി ലക്ഷ്മിയെ ആനയിച്ച് കയറ്റുന്നു. കേരളത്തിൽ ക്ഷാമകാലമാണ് കർക്കടക മാസം. കയ്യിരിപ്പും കരുതൽ ധനവും കൃഷിപ്പണിക്കായി ചെലവിട്ടു കഴിഞ്ഞു. പത്തായം കാലിയായി. പണ്ട് കാലത്ത് കർക്കടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസം എന്നാണ് അർത്ഥം. പല വീടുകളിലും ഒരു നേരം പോലും കഞ്ഞി കുടിക്കാൻ ഉള്ള വക ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ ആദ്യമേ പഠിച്ചു കേരളത്തിലെ ജനങ്ങളുടെ വരുമാനം, തൊഴില് കൃഷി മാത്രമായിരുന്നു എന്ന്. കൃഷിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു നെല്ല് അത് കുത്തി അരിയാക്കി ചോറും കഞ്ഞിയും വെച്ചാണ് അന്ന് ആളുകൾ കഴിഞ്ഞിരുന്നത്. പക്ഷെ കേരളത്തിലെ ഈ കർക്കടകമായാൽ ക്ഷാമമായിരുന്നു, ദാരിദ്ര്യമായിരുന്നു മിക്ക വീടുകളിലും. അതിന് കാരണമുണ്ട്. കയ്യിലുണ്ടായിരുന്ന പണവും എല്ലാം കൃഷിപ്പണിക്കായിട്ട് ചെലവിട്ടു. പത്തായം, നെല്ല് ശേഖരിച്ചു വയ്ക്കുന്ന പെട്ടിയാണ് പത്തായം. അത് കാലിയായി. അതിൽ ഇനി നെല്ലൊന്നുമില്ല. ഇത് മാത്രമല്ല, പേടി സ്വപ്നം പോലെ കാലവർഷവും എത്തിയിരിക്കുന്നു. കർക്കടകത്തില് കനത്ത കാലവർഷമായിരിക്കും. പത്തായം കാലിയായി, കയ്യിലൊന്നുമില്ല. ചിന്തിച്ചു നോക്കൂ, ദാരിദ്ര്യം തന്നെയല്ലേ അവസ്ഥ? കരിയിട ചേർന്ന കണ്ടങ്ങളിൽ വിരിപ്പുവിള കാറ്റാടി നിൽക്കുകയാണ്. കൃഷി തുടങ്ങിയിട്ടുണ്ട്. നെല്ലൊക്കെ അങ്ങനെ കാറ്റിലാടി നിൽക്കുന്നുണ്ട്. ഈ നെല്ലിന്റെ തൈകൾ. പുതുനെല്ലിന്റെ മണവും പൊന്നിൻ ചിങ്കത്തിന്റെ പിറവിയും സ്വപ്നം കണ്ട് ഈശ്വര വിചാരത്തിലും ഇലക്കറി ഭക്ഷണത്തിലും മുഴുകി ദിനരാത്രങ്ങൾ അങ്ങനെ നീക്കുന്നു. ഇനി കുറച്ച് കഴിയണം. കർക്കടകം കഴിഞ്ഞ് ചിങ്ങമാകണോ ഓണാവാൻ. ഓണാവാറാവുമ്പോഴാണ് ഈ വിതച്ചിരിക്കുന്ന നെല്ല് കൊയ്യാൻ പാകത്തിന് ആവുകയുള്ളൂ. അപ്പോഴാണ് പത്തായം നിറയെ നെല്ലും വയർ നിറയെ കഞ്ഞിയും ചോറും ലഭിക്കുക. അതുകൊണ്ട് ഈ നെല്ലിന്റെ മണവും പൊന്നിൻ ചിങ്ങത്തിന്റെ പിറവിയും സ്വപ്നം കാണുന്നു. കുറച്ചു കഴിയുമ്പോൾ പൊന്നിൻ ചിങ്ങം വരുന്നു, ഓണം വരുന്നു. അതൊക്കെ സ്വപ്നം കണ്ട് ഈശ്വര വിചാരത്തിലും
ഇലക്കറി ഭക്ഷണത്തിലും. കർക്കിടക മാസത്തില് ഇലക്കറിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇപ്പോഴും അതുണ്ട്, ഇലക്കറികൾ കഴിക്കണമെന്നാണ് പറയുന്നത്. അതൊക്കെ സ്വപ്നം കണ്ട് അങ്ങനെ ഓരോ ദിവസവും ദിനരാത്രങ്ങൾ, രാത്രിയും പകലും തള്ളി നീക്കുന്നു. അങ്ങനെ നാളും തീയതിയും നീങ്ങവേ ഒരു നാൾ തൊഴുത്തിൻ പുറത്ത് മത്ത പൂവിരിച്ചു കാണും. തൊഴുത്തിന്റെ പുറത്ത് കയറ്റിവിട്ട മത്തച്ചെടി പൂവിടുന്നു. കുറച്ചു കഴിയുമ്പോൾ ആ പൂവ് മത്തങ്ങയായിട്ട് മാറും. ആ പൂവ് കാണുമ്പോഴേക്കും കുടുംബിനിമാരുടെ മൊട്ടിട്ട ഓണ സ്വപ്നങ്ങളും അതോടെ വികസിക്കുകയായി. ആ മത്തപ്പൂവിന്റെ പൂവ് കാണുമ്പോഴേക്കും കുടുംബിനിമാരുടെ മനസ്സിലെ ഓണസ്വപ്നങ്ങൾ മുട്ടിടുകയായി. ഓണമിതാ എത്താറായിരിക്കുന്നു. ഓണം കേരളീയർക്ക് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഓണം എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, ആഘോഷമായിരുന്നു, ഉത്സവമായിരുന്നു, സന്തോഷമായിരുന്നു. വട്ടന്റെ ചുണ്ട് ചുകന്നാൽ അത്തം മുറ്റത്തെത്തും. വട്ടൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരിനം നെല്ലാണ്. അതിന്റെ ചുണ്ട്, ആ നെല്ലിങ്ങനെ ചുമന്നു വരിക, അതിന്റെ ചുണ്ട് ചുമന്നാൽ അത്തം മുറ്റത്തെത്തും. അത്തം 10-നാണല്ലോ തിരുവോണം. വട്ടൻ എന്ന് പറയുന്നതിന് ഭ്രാന്തൻ എന്നും ഒരർത്ഥമുണ്ട് കേട്ടോ. അങ്ങനെ വട്ടന്റെ ചുണ്ട് ചുവന്നു, ഇതാ അത്തം എത്തിയിരിക്കുന്നു. അത്തം എത്തിയാൽ 10 ദിവസത്തിനുള്ളിൽ പൊന്നോണമാണ്. കിടാങ്ങൾ പൂവേ പൊലി പൂവേ പൊലി എന്നാർത്ത് കൂവിക്കൊണ്ട് പൂവട്ടിയുമായിട്ട് കാടും മേടും തേടി വീട്ടുമുറ്റത്ത് പൂവിടുന്ന ചടങ്ങിന് സവിശേഷ പ്രാധാന്യവുമുണ്ട്. നോക്കൂ, കുട്ടികൾ എന്താ ചെയ്യുന്നത്? അത്തമായാൽ പൂക്കളം ഇടണ്ടേ? അത്തം മുതൽ തിരുവോണം വരെ മുറ്റത്ത് പൂക്കളം ഇടണം. അതിനു വേണ്ടിയിട്ട് പൂവട്ടിയും ഒക്കെ പിടിച്ച് പൂവേ പൊലി എന്നൊക്കെ പാട്ടൊക്കെ പാടി കുറെ കുട്ടികൾ ഒന്നിച്ചു ചേർന്നാണ് അവര് പൂ പറിക്കാൻ പോകുന്നത്. അവര് ഓരോ പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് പലതരം കൊച്ചു കാട്ടുപൂക്കളാണ്, ഇന്നത്തെ പോലെയല്ല, അതൊക്കെ പറിച്ച് കൊണ്ടുവരുന്നു. എന്നിട്ട് പ്രഭാതത്തിൽ മുറ്റത്ത് എല്ലാവരും കൂടിയിരുന്ന് പൂക്കളം ഇടുന്നു. പക്ഷെ ഇന്ന് ആ ഒരു സംഭവത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വന്നിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികൾ ഇങ്ങനെ പൂ പറിക്കാൻ പോകുന്ന ഒരു പ്രവൃത്തി ഇന്ന് കാണാനേ ഇല്ലാതായിരിക്കുന്നു. ഇന്ന് എന്താ ചെയ്യുന്നത്? പൂക്കളം ഇടുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ പൂക്കടകളിൽ പോയി വില കൊടുത്ത് അന്യദേശങ്ങളിൽ നിന്നും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പൂക്കൾ വില കൊടുത്തു വാങ്ങിച്ച് മുറ്റത്തിടുന്ന ഒരു പതിവാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അതല്ല വേണ്ടത്. ആ ഓണത്തിന്റെ പൂക്കളമിടുന്നതിന്റെ ആ ഒരു ആരവം, സന്തോഷം അതൊക്കെ കാണണമെങ്കിൽ ഇവിടെ ചെയ്യുന്നത് പോലെ നമ്മുടെ പൂക്കൾ, നമ്മുടെ നാട്ടിലുള്ള ആ കൊച്ചു കൊച്ചു പൂക്കൾ, നമ്മുടെ കേരളത്തിന്റെ പൂക്കൾ, അത് കുട്ടികൾ ഒന്നിച്ചു പോയി പാട്ടൊക്കെ പാടി പറിച്ച് കൊണ്ടുവരുന്ന ആ ഒന്നു തന്നെ, അതിനാണ് കൂടുതൽ പ്രാധാന്യം. അങ്ങനെ പൂക്കളുടെ ഉത്സവമായി തീരുന്നു ഓണം. ഓണം പൂക്കളുടെ ഉത്സവമാണ്. കേരളത്തിന്റെ പ്രകൃതി നൽകുന്ന പൊന്നാണയമാണല്ലോ പൂക്കൾ. ലേഖകൻ ആദ്യമേ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. തൃക്കാക്കര തേവർ സമ്പൽ സമൃദ്ധിയുടെ ദേവതാത്മാവും കേരളത്തിന്റെ പരദൈവവുമാണ്. ലേഖകൻ വീണ്ടും തൃക്കാക്കര തേവരുടെ അടുത്തേക്ക് പോകുന്നു. തൃക്കാക്കരയപ്പൻ, നമ്മൾ ഓണത്തിന് വീട്ടിൽ പൂക്കളം ഇടുമ്പോൾ തൃക്കാക്കരയപ്പനെ വെക്കുക പതിവാണല്ലോ. മണ്ണ് കുഴച്ച് തൃക്കാക്കരയപ്പന്റെ രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഓരോ വീടുകളിലും അങ്ങനെ ഉണ്ടാക്കുക പണ്ടുകാലത്ത് പതിവായിരുന്നു. ഇന്ന് വില കൊടുത്താണ് അതും വാങ്ങിക്കുന്നത്. കേരളത്തിന്റെ പരദൈവവുമാണ്. കർക്കിടക തിരുവോണം മുതൽ ചിങ്ങ തിരുവോണം വരെ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഒരു മാസം കർക്കടകത്തിലെ തിരുവോണത്തിന്റെ അന്നു മുതൽ ചിങ്ങത്തിലെ പൊൻ തിരുവോണത്തിന്റെ അന്നുവരെ തൃക്കാക്കര ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഐശ്വര്യമൂർത്തിയായ തൃക്കാക്കരയപ്പൻ വീടുതോറും സന്ദർശനം നടത്തുന്നു എന്നാണ് സങ്കല്പം. പച്ചമണ്ണുരുട്ടി ജനങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഈ ആഹ്ലാദ വായ്പിന് അനുരൂപമായ പശ്ചാത്തലം ഇവിടുത്തെ പ്രകൃതിയും ഒരുക്കിയിട്ടുണ്ടാകും. ഐശ്വര്യത്തിനു വേണ്ടി അധ്വാനിച്ചും ആരോഗ്യത്തിനു വേണ്ടി ആഹ്ലാദിച്ചും ശീലിച്ചിട്ടുള്ള കർഷകർക്ക് ഒരു ഓണം ഉത്സവമാണ്. ഇവിടുത്തെ കർഷകർ എങ്ങനെയാണ്? ഐശ്വര്യത്തിനു വേണ്ടി അവർ അധ്വാനിക്കുന്നു, കൃഷി ചെയ്യുന്നു, പാടങ്ങളിൽ നിലം ഉഴുത് വിത്ത് വിതച്ച് വിളവെടുപ്പ് നടത്തുന്നു. അത് വളരെ കഠിനമായ ഒരു അധ്വാനം തന്നെയാണ്. അങ്ങനെ അവർ അധ്വാനിക്കുന്നത് അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഐശ്വര്യത്തിന് വേണ്ടി അധ്വാനിച്ചും ആരോഗ്യത്തിനു വേണ്ടി അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം
ആ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു ഉത്സവം തന്നെയാണ്. തടസ്സങ്ങളും തകരാറുകളും തട്ടിത്തടഞ്ഞ് കടന്നു പോകുന്ന അവരുടെ ജീവിതത്തിൽ ഓണം ഒരു വഴിത്താവളം തന്നെയാണ്. കർഷകന്റെ ജീവിതം എന്നും പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാണ്, തടസ്സങ്ങൾ നിറഞ്ഞതാണ് അല്ലേ? കൃഷി ചെയ്തു, വലിയ മഴ വന്നാൽ ആ കൃഷി നശിച്ചു പോകും, മഴ പെയ്തില്ലെങ്കിൽ അത് ഉണങ്ങി കരിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയുള്ള പല തടസ്സങ്ങളും തട്ടിത്തടഞ്ഞ് കടന്നു പോകുന്ന ആ കർഷകന്റെ ജീവിതത്തില് ഓണം ഒരു വഴിത്താവളം തന്നെയാണ്. ഒരു വഴിത്താവളം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ചെന്ന് സന്തോഷത്തോടെ വിശ്രമിക്കുന്ന ഒരു താവളം, ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ കർഷകന് സന്തോഷം നൽകുന്ന, വിശ്രമം നൽകുന്ന ഒരു ആഘോഷമാണ് ഓണം. ഓണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആണ്ടറുതി അതെന്താണെന്ന് നോക്കാം. തുലാവർഷം കഴിഞ്ഞു, വൃശ്ചികക്കാറ്റടങ്ങി, മഞ്ഞു വീണു, ഇല കൊഴിഞ്ഞ ആ ഹേമന്ത ഋതുവിലെ ഒരു ഉത്സവമാണ് തിരുവാതിര. ഇലകളെല്ലാം കൊഴിയുന്ന ആ ഹേമന്തകാലത്തിലെ ഉത്സവമാണ് തിരുവാതിര. സുമംഗലികൾക്കാണ് തിരുവാതിര പ്രാധാന്യം. ആരാണ് തിരുവാതിര കൂടുതലായി ആഘോഷിക്കുന്നത്? സുമംഗലിമാർ. പതിപ്രീതി നേടുക എന്നതാണ് ആർദ്ര വ്രതാചരണത്തിന്റെ ലക്ഷ്യം. ഈ തിരുവാതിര ആഘോഷിക്കുന്നതിന്റെ ലക്ഷ്യം തങ്ങളുടെ ഭർത്താക്കന്മാരുടെ പ്രീതി, അവരുടെ ആയുസ്, അവരുടെ സന്തോഷം ഇതെല്ലാം നേടുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവാതിര സുമംഗലിമാർ ആഘോഷിക്കുന്നത്. ശ്രീ പാർവതിയാണ് അവരുടെ ആരാധ്യ ദേവത. അവർ ആരാധിക്കുന്നത് ശ്രീ പാർവതിയെയാണ്. അതിന് കാരണവുമുണ്ട്. ഭർത്തൃപ്രീതിക്ക് ചിരകാല തപസ്സനുഷ്ഠിച്ച പാർവതിയിൽ ശിവനെ അനുരാഗം അങ്കുരിപ്പിച്ച രതികാമന്മാരെ പൂജിക്കുകയും അങ്ങനെ കുടുംബസൗഖ്യം കൈവരുത്തുകയുമാണ് ആചരണം. സുമംഗലിമാർ തിരുവാതിരയ്ക്ക് പ്രാർത്ഥിക്കുന്നത് അവരുടെ ആരാധ്യ ദേവത ശ്രീ പാർവതിയാണ്. പാർവതി ദേവി അനേക കാലം തപസ് ചെയ്തിട്ടാണ് പരമശിവനിൽ തന്നോടുള്ള സ്നേഹം അങ്കുരിപ്പിച്ചത് എന്ന് പുരാണത്തിൽ പറയുന്നു. അങ്ങനെ ഉള്ള ശ്രീപാർവതി, ആ ശ്രീപാർവതി ശിവനിൽ അനുരാഗം അങ്കുരിപ്പിച്ചത് തീർച്ചയായിട്ടും കാമദേവനാണ്. ആ കാമദേവനും അദ്ദേഹത്തിന്റെ പത്നി രതിദേവിയും കാമന്മാരെ പൂജിക്കുകയും അങ്ങനെ കുടുംബത്തിന് സൗഖ്യം, ഐശ്വര്യം കൈവരുത്തുകയുമാണ് തിരുവാതിര എന്ന ഉത്സവത്തിന്റെ ആചരണം, അതിന്റെ കാരണം. ഇനി തിരുവാതിരയുടെ ചടങ്ങുകൾ എന്താണെന്ന് നോക്കാം. അശ്വതി മുതൽക്ക് പുലരാൻ കാലത്ത് തെളിവെള്ളത്തിലിറങ്ങി സുമംഗലികൾ സഖികളോടൊപ്പം ആടുകയും പാടുകയും ഉല്ലസിക്കുകയും ചെയ്യുന്നു. അശ്വതി നാളാണ്. അശ്വതി നാൾ മുതൽ പുലരാൻ കാലത്ത്, അശ്വതി മുതൽ തിരുവാതിര വരെ അവരെന്ത് ചെയ്യും? നല്ല തെളിഞ്ഞ വെള്ളത്തിലിറങ്ങി സഖിമാരോടൊപ്പം ആടുകയും പാടുകയും ഉല്ലസിക്കുകയും ചെയ്യുന്നു. പ്രഭാതത്തിൽ ശുഭ്രവസ്ത്രാലങ്കാര ചേലോടെ ഊഞ്ഞാലാടുകയും കൈകൊട്ടി കളിക്കുകയും വേണം. പ്രഭാതത്തിലെ നല്ല വെളുത്ത വസ്ത്രം ധരിച്ച് അവർ ഊഞ്ഞാലാടുന്നു, കൈകൊട്ടി കളിക്കുന്നു. ഇനി എന്തൊക്കെ കഴിക്കാം? ഇളനീർ, കിഴങ്ങ്, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഭക്ഷണ വിഭവങ്ങളാണ്. രാത്രിയിൽ സുമംഗല സ്ത്രീകൾ നടുമുറ്റത്ത് ഒരുമിച്ച് ചേർന്ന് ആതിരപ്പൂ ചൂടണം. രാത്രിയിൽ അവര് ആതിരപ്പൂ ചൂടി തിരുവാതിരയൊക്കെ കളിക്കും. ഈ ചടങ്ങുകൾ ഭർത്താവോടൊത്ത് സമൃദ്ധവും സംതൃപ്തവുമായ ഗാർഹിക ജീവിതം കൈവരുത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. സ്ത്രീകൾ ഇങ്ങനെ തിരുവാതിര വ്രതമെടുത്ത് തിരുവാതിര ആഘോഷിക്കുന്നത് അവർക്ക് അവരുടെ ഭർത്താവോടൊന്നിച്ച് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അധ്വാനിക്കുക, അനുഭവിക്കുക, ആഹ്ലാദിക്കുക എന്നതാണ് കേരളീയ ജീവിതാദർശം. ലേഖകൻ പറയുന്നു, വി.ടി. ഭട്ടതിരിപ്പാട് പറയുന്നു, കേരളീയരുടെ ജീവിതാദർശം എന്താണ്? 3 കാര്യങ്ങളാണ്. അധ്വാനിക്കുക, എന്നിട്ട് അത് അനുഭവിക്കുക, അതിനുശേഷം ആഹ്ലാദിക്കുക. നല്ല ജീവിതാദർശമാണ് അല്ലേ? നന്നായിട്ട് അധ്വാനിക്കണം, എന്നിട്ട് അത് അനുഭവിക്കണം, എന്നിട്ട് ആഹ്ലാദിക്കണം. അധ്വാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം കിട്ടും. ഫലം കിട്ടിയാലോ നമുക്കതിൽ സന്തോഷമുണ്ടാകും. അപ്പം നിങ്ങൾ നന്നായി അധ്വാനിക്കുക. നിങ്ങളുടെ അധ്വാനം എന്താണ്? പഠിക്കുക എന്നതാണ്. നന്നായി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല അനുഭവം നിങ്ങൾക്ക് കിട്ടും, നല്ല മാർക്ക് കിട്ടും. അങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആഹ്ലാദം കിട്ടും, സന്തോഷം കിട്ടും നിങ്ങൾക്ക്.
ഇവിടെ കർഷകന്റെ കാര്യമാണ് ലേഖകൻ ഉദ്ദേശിക്കുന്നത്. അതിനനുകൂലമായ സാഹചര്യം ഇവിടുത്തെ പ്രകൃതിയും പൂക്കളും ആണ്ടറുതികളും ഒരുക്കിത്തരുന്നു. അധ്വാനിക്കാനും അനുഭവിക്കാനും ആഹ്ലാദിക്കാനുമുള്ള ആ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിന്റെ പ്രകൃതി, പൂക്കൾ, ആണ്ടറുതികൾ എല്ലാം ഒരുക്കിത്തരുന്നു. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട സൗഭാഗ്യത്തിന്റെ സ്വപ്നങ്ങളാണെങ്കിൽ കൂടി. അവസാനത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. ലേഖകൻ ദുഃഖത്തോടെ സ്മരിക്കുന്നു, ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട സൗഭാഗ്യത്തിന്റെ സ്വപ്നങ്ങളാണെങ്കിൽ കൂടി. അപ്പോൾ ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ പ്രകൃതിയുടെ താളങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഇത് ഇന്നെന്ന് പറയുമ്പോൾ ഈ ലേഖനം എഴുതിയ ആ ഒരു കാലമാണ്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം ഈ ലേഖനം എഴുതിയത്. അന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എല്ലാം നഷ്ടപ്പെട്ട സൗഭാഗ്യത്തിന്റെ സ്വപ്നങ്ങളാണെന്ന്. അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ, അല്ലേ? ഇപ്പൊ ലേഖകന്റെ ഈ വാക്കുകൾ, ദുഃഖകരമായ ഈ വാക്കുകൾ വീണ്ടും വളരെ വളരെ വലിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് സ്മരിച്ചുകൊണ്ട്, ഓർത്തുകൊണ്ട്, പഠിച്ചുകൊണ്ട് നമുക്ക് ഈ പാഠം, ഇതിൻ്റെ ആശയം ഇവിടെ നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ഇടണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ